അയ്യപ്പ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കൊല്ലം തിരുമംഗലം ദേശീയപാതയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ആര്യങ്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 5 ശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്നാണ് വിശ്വാസം. റോഡിന്റെ നിരപ്പിൽ നിന്നും 35 അടി താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്ന വിശേഷമായ നിർമ്മിതിയാണ് ഈ ക്ഷേത്രത്തിൻ്റെത്. കിഴക്കോട്ട് ദർശനമായ കൗമാര ശാസ്ത്രമാണ് പ്രതിഷ്ഠ. ക്ഷേത്രത്തിലേക്കുള്ള പടവുകൾ പകുതി ഇറങ്ങുമ്പോൾ ഇടതുവശത്തായി അയ്യപ്പന്റെ കാവൽ ദൈവങ്ങളായ കറുപ്പസ്വാമിയെയും കറുപ്പായമ്മയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പടികൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പിലായി ഒറ്റക്കല്ലിൽ തീർത്ത തൃക്കല്യാണ മണ്ഡപം. ദ്രാവിഡ നിർമ്മാണ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന പൊക്കമേറിയ തറയാണിത്. ക്ഷേത്രത്തിന് തൊട്ടടുത്തായി കല്ലടയാർ ഒഴുകുന്നു. ഈ ക്ഷേത്രത്തിലെ നാലമ്പലത്തിനുള്ളിൽ 10നും 50നും മധ്യേ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രവേശനമില്ല. കൗമാരഭാവത്തിലുള്ള ശാസ്ത്ര പ്രതിഷ്ഠയാണ് ഇവിടെ. വിഗ്രഹം നടയ്ക്ക് നേരെയല്ല, വലതുമൂലയിലേക്ക് അല്പം ചരിഞ്ഞിരിക്കുന്ന നിലയിലാണ്. 10ാം മുറിയ ദിവസം സൂര്യരശ്മി പ്രതിഷ്ഠയ്ക്ക് നേരെ പതിയും. ദിവസം 7 നേരം പൂജയുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. കൊല്ലം ചെങ്കോട്ട റോഡിൽ കേരള തമിഴ്നാട് അതിർത്തിക്ക് അടുത്താണ് ആര്യങ്കാവ് ശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ധനുമാസത്തിൽ നടക്കുന്ന ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അത്യപൂർവമായ ഒരു ചടങ്ങുണ്ട്, തൃക്കല്യാണം. തമിഴ്നാട്ടുകാർ പെൺവീട്ടുകാരായും കേരളീയർ ആൺവീട്ടുകാരുമായാണ് ചടങ്ങ് നടത്തുന്നത്. ഇതിന് ആധാരമായൊരു കഥയുണ്ട്. സൗരാഷ്ട്രയിൽ നിന്ന് തമിഴ്നാട്ടിൽ കുടിയേറിയ ഒരാൾ ബ്രാഹ്മണനായിരുന്നെന്നും അതല്ല വൈശ്യനായിരുന്നുവെന്നും പറയപ്പെടുന്നു. കേരളത്തിലെത്തി അന്ന് ആ പ്രദേശം ഭരിച്ചിരുന്ന രാജാവിന് പട്ടുവസ്ത്രം നൽകി വന്നിരുന്നു. ഒരു തവണ പട്ടുവസ്ത്രം രാജാവിന് നൽകാൻ പോകുമ്പോൾ 14 വയസ്സുകാരിയായ മകളെയും കൂട്ടി. തെന്മലയിൽ വെച്ച് ഇവരെ ഒറ്റയാൻ ഉപദ്രവിക്കാൻ വന്നു. ആ സമയത്ത് കാട്ടാള വേഷത്തിലെത്തിയ ശാസ്ത്രാവ് അവരെ രക്ഷിച്ചു. 14കാരിയെ മാമ്പഴത്തറ ഭഗവതി ശാസ്ത്രാവ് വിവാഹം ചെയ്തു. ഇതിന്റെ ഓർമ്മയ്ക്കായാണ് തൃക്കല്യാണം നടത്തി വരുന്നതെന്നാണ് ഐതിഹ്യം. വിവാഹത്തിനുള്ള എല്ലാ ചടങ്ങുകളും തൃക്കല്യാണത്തിനുണ്ടാകും. അന്ന് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന മംഗലപ്പട്ട് വാങ്ങാൻ വലിയ തിരക്കായിരിക്കും. ഈ മംഗല്യപ്പട്ടണിഞ്ഞാൽ പെൺകുട്ടികൾ വൈകാതെ മംഗല്യവതികളാകുമെന്നാണ് വിശ്വാസം. ആനപ്പുറത്ത് വലതുകാൽ താഴ്ത്തി ഇടതുകാൽ മടക്കിയിരിക്കുന്ന ശാസ്ത്രാവാണ് പ്രതിഷ്ഠ. ക്ഷേത്രത്തിൽ നാലമ്പലത്തിനുള്ളിൽ മലയാള ആചാരവും ഉത്സവത്തിന് തമിഴ് ആചാരവുമാണ് പിന്തുടരുന്നത്. വരനായ ശാസ്താവിന്റെ ബന്ധുക്കളായ മലയാളികളും വധുവിന്റെ ബന്ധുക്കളായ തമിഴ് ബ്രാഹ്മണരുമാണ് എത്തുക. പ്രധാന ചടങ്ങുകൾ തുടങ്ങി താലികെട്ട് അടുക്കാറാകുമ്പോൾ ദേവി ഋതുമതിയായി അറിയിക്കും. തുടർന്ന് വിവാഹം മാറ്റിവെച്ചതായി പ്രഖ്യാപിക്കും. തുടർന്ന് ശുദ്ധികലശ ചടങ്ങുകൾ നടക്കുന്നതോടെ ചടങ്ങുകൾ സമാപിക്കും.